Hi, hello, welcome back to our channel. ഇന്ന് നമ്മുടെ വീഡിയോ വന്നിട്ട് നമ്മൾ ബാത്റൂമും ക്ലോസറ്റും ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ബാത്റൂമും ക്ലോസറ്റും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയെന്ന്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടാൽ എത്ര അഴുക്കും കറയും പിടിച്ചിട്ടുള്ള ബാത്റൂം ആയാലും നമുക്ക് നിമിഷ നേരം കൊണ്ട് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കഴിയും. അതിനായിട്ട് നമ്മൾ അടിപൊളിയായിട്ടുള്ളൊരു സൊല്യൂഷൻ ഇവിടെ തയ്യാറാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് കുഞ്ഞു കുട്ടികൾക്ക് പോലും നമുക്ക് ബാത്റൂം നല്ല നീറ്റായിട്ട് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കഴിയും. അപ്പോൾ എങ്ങനെയാണ് ആ സൊല്യൂഷൻ തയ്യാറാക്കുന്നതെന്നും അതെങ്ങനെ നമുക്ക് ക്ലോസറ്റിലും ടോയ്ലറ്റിലും ഒക്കെ അപ്ലൈ ചെയ്തിട്ട് ക്ലീൻ ചെയ്തെടുക്കാമെന്നൊന്ന് ഉള്ള വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്കിനി ഒരു സൂപ്പർ ക്ലീനിങ് സൊല്യൂഷൻ തയ്യാറാക്കിയെടുക്കാം. എത്ര അഴുക്ക് പിടിച്ചിട്ടുള്ള ബാത്റൂം ആയാലും ക്ലീൻ ചെയ്തെടുക്കാൻ ഈ ഒരൊറ്റ സൊല്യൂഷൻ മതി കേട്ടോ. ബാത്റൂമിൻ്റെ എല്ലാ ഫിറ്റിങ്സ്, അതായത് ടൈൽസ്, ബാത്റൂം ഫിറ്റിങ്സ്, ക്ലോസറ്റ്, വാഷ് ബേസിൻ, അങ്ങനെയെല്ലാം നമുക്ക് ഈ ഒരൊറ്റ സൊല്യൂഷൻ കൊണ്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇപ്പം നമുക്ക് കാണുമ്പം തന്നെ മനസ്സിലാവും ബാത്റൂമിൻ്റെ ടാപ്പിലൊക്കെ വെള്ളവും സോപ്പ് പതയൊക്കെ വീണിട്ടുള്ള ഒരു കറയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരൊറ്റ സൊല്യൂഷൻ കൊണ്ട് എല്ലാം ക്ലീൻ ചെയ്തെടുക്കാം, മിറർ ഉൾപ്പെടെ. അപ്പോൾ എങ്ങനെയാണ് ആ സൊല്യൂഷൻ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്കൊരു ബൗളിലേക്ക് ആദ്യം വേണ്ടത് 1 ടേബിൾ സ്പൂണോളം സോപ്പ് പൊടിയാണ്. നമ്മൾ ഏത് ഡിറ്റർജൻ്റാണോ യൂസ് ചെയ്യുന്നത് അത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു നാരങ്ങ നീര് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കണം. ഞാൻ ഒരു നാരങ്ങ മൊത്തം ഈ ഒരു സൊല്യൂഷൻ തയ്യാറാക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. നാരങ്ങാ നീരൊക്കെ ചേർത്ത് നമ്മൾ ഈ ഒരു സൊല്യൂഷൻ തയ്യാറാക്കിയെടുക്കുന്നത് കൊണ്ട് തന്നെ ബാത്റൂമിന് നല്ലൊരു മണമായിരിക്കും. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് 2 മൂടി ഫ്ലോർ ക്ലീനറാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന ഏതൊരു ഫ്ലോർ ക്ലീനർ വേണമെങ്കിലും നമുക്ക് ഈ ഒരു സൊല്യൂഷൻ തയ്യാറാക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു 3 ഇൻഗ്രീഡിയൻസ് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത് കേട്ടോ. നല്ല തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ നമുക്ക് സൊല്യൂഷൻ തയ്യാറാക്കിയെടുക്കണം കേട്ടോ. എന്നാൽ മാത്രമാണ് നമുക്ക് പെട്ടെന്ന് ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കഴിയും. ഇനി ഈ ഒരു സൊല്യൂഷൻ യൂസ് ചെയ്തിട്ട് നമ്മുടെ ബാത്റൂം എങ്ങനെയാണ് ക്ലീൻ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഞാനിവിടെ വാഷ് ബേസിനാണ് ഈ ഒരു സൊല്യൂഷൻ യൂസ് ചെയ്തിട്ട് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. നല്ല വെളുത്ത വാഷ് ബേസിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല പളാന്ന് തിളങ്ങും കേട്ടോ. നമ്മുടെ ഈ ഒരു സൊല്യൂഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വാഷ് ബേസിൻ്റെ സൈഡിലൊക്കെ ഈ ഒരു രീതിയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ആ ഒരു ടാപ്പിന് മുകളിലും നമുക്ക് 1-2 ഡ്രോപ്സ് ഒഴിച്ചു കൊടുക്കാം. സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന കോസ്റ്റ്ലി ആയിട്ടുള്ള ബാത്റൂം ക്ലീനറൊക്കെ യൂസ് ചെയ്യുന്ന ടൈമിൽ ഇതുപോലെ ഒഴിച്ചതിന് ശേഷം നമ്മളൊരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നല്ലതുപോലെ ഒന്ന് തേച്ച് ഉരച്ച് കഴുകിയെടുക്കുന്നത്. പക്ഷേ ഈ ഒരു സൊല്യൂഷൻ യൂസ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് അന്നേരം തന്നെ കഴുകി വൃത്തിയാക്കി എടുക്കാം കേട്ടോ. ഒരുപാട് കട്ടിയുള്ള കറിയാണെങ്കിൽ മാത്രം കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. ഒരുപാട് ശക്തി എടുത്തൊന്നും ക്ലീൻ ചെയ്തെടുക്കേണ്ടതില്ല, ഒന്ന് ജസ്റ്റ് ഉരച്ചു കൊടുത്താൽ മാത്രം മതി. ഇനി നമുക്ക് ടാപ്പ് ഓൺ ആക്കിയിട്ട് ഞാൻ കഴുകി വൃത്തിയാക്കി അതിൻ്റെ ലൈവായിട്ടുള്ള റിസൾട്ട് കൂടി നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. നല്ല അടിപൊളിയായിട്ട് തന്നെ ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പുതിയ ഒരു വാഷ് ബേസിൻ പോലെ തന്നെ നമ്മൾ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. നമ്മളെടുത്ത ആ ഒരു സൊല്യൂഷനിൽ നാരങ്ങയുടെ നീര് ഉള്ളത് കൊണ്ടാണ് ഇത്ര നീറ്റായിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കഴിഞ്ഞത്. ഇനി ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ക്ലോസറ്റ് കൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ഏതൊരു ബാത്റൂം ക്ലീനറേക്കായും നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു സൊല്യൂഷനാണ് കേട്ടോ. അധികം പൈസ ചിലവൊന്നുമില്ല. ഇതിൽ ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ളതാണ്. നമ്മളെല്ലാവരും സോപ്പ് പൊടി വാങ്ങാറുണ്ട്, അതുപോലെ തന്നെ ഫ്ലോർ ക്ലീനറും വാങ്ങാറുണ്ട്. പിന്നെ എല്ലാവരുടെയും വീട്ടിലുള്ളതാണ് നാരങ്ങ. അപ്പോൾ ഇത് 3ഉം ചേർത്തിട്ടാണ് നമ്മൾ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ബാത്റൂം ക്ലീനർ തയ്യാറാക്കിയെടുത്തത്. നാരങ്ങ നീരൊക്കെ ചേർത്ത് തയ്യാറാക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഒരു നാരങ്ങ മണമായിരിക്കും കേട്ടോ നമ്മുടെ ബാത്റൂമിന് ഉള്ളിൽ. മാത്രമല്ല ഈ ഒരൊറ്റ സൊല്യൂഷൻ കൊണ്ട് നമുക്ക് ബാത്റൂമിനുള്ളിലുള്ള എല്ലാ സാധനങ്ങളും ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കഴിയും. ക്ലോസറ്റും അതുപോലെ തന്നെ വാഷ് ബേസിനും മിററും ബാത്റൂമിൻ്റെ ഫിറ്റിങ്സും ടാപ്പും എല്ലാം തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പം എല്ലാവരും ഈ ഒരു സൊല്യൂഷൻ തയ്യാറാക്കി നോക്കി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതിനുശേഷം നിങ്ങളുടെ വാല്യുബിളായിട്ടുള്ള ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുതേ. ഇനി നമുക്ക് ഈ ഒരു സൊല്യൂഷൻ യൂസ് ചെയ്തിട്ട് ബാത്റൂമിൻ്റെ ടൈല് കൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഫ്ലോർ ടൈല് മാത്രമല്ല കേട്ടോ, നമുക്ക് ഇതേ സൊല്യൂഷൻ യൂസ് ചെയ്തിട്ട് വാൾ ടൈലും ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. നമ്മൾ കുളിക്കുന്ന സമയത്തൊക്കെ സോപ്പ് പതയൊക്കെ വീണിട്ട് വാൾ ടൈലൊക്കെ നല്ലപോലെ കറ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ യൂസ് ചെയ്തിട്ട് നല്ലതുപോലെ നമുക്ക് ഇങ്ങനെ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ഉരച്ച് കഴുകുകയാണെങ്കിൽ വാളിലെ ആ ഒരു സോപ്പ് പതയുടെ കറയൊക്കെ മാറിക്കിട്ടും. അതുപോലെ തന്നെ ഫ്ലോറിൽ നമ്മളുടെ എണ്ണയും ആ സോപ്പ് പതയൊക്കെ വീണിട്ടുള്ള ആ ഒരു തെറ്റലും
ഒക്കെ തന്നെ മാറി കിട്ടാനായിട്ടും ഈ ഒരൊറ്റ സൊല്യൂഷൻ യൂസ് ചെയ്താൽ മതി. ആഴ്ചയിൽ ഒരു പ്രാവശ്യം നമുക്ക് ഇതുപോലെ ഈ ഒരു സൊല്യൂഷൻ തയ്യാറാക്കിയിട്ട് ബാത്റൂം ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല പോലെ ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ. അതിനുള്ളിൽ നല്ല മണവും ഉണ്ടാവും. അതുപോലെ തന്നെ ബാത്റൂമിൻ്റെ ആ ഒരു ടൈൽസിലുള്ള എണ്ണമെഴുക്കും ഒക്കെ തന്നെ പെട്ടെന്ന് മാറ്റിയെടുക്കാനായിട്ട് കഴിയും. ഇനി നമുക്ക് ബാത്റൂമിൻ്റെ ഫിറ്റിങ്സ് കൂടി ഈ ഒരു സൊല്യൂഷൻ യൂസ് ചെയ്തിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. നേരത്തെ നമ്മൾ വാഷ് ബേസിൻ്റെ ടാപ്പ് ക്ലീൻ ചെയ്തെടുത്തില്ലേ, അതേപോലെ തന്നെ. പക്ഷേ ഞാൻ വേറൊരു വഴി കൂടി നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യാം. നമ്മൾ നേരത്തെ ആ ഒരു സൊല്യൂഷൻ തയ്യാറാക്കാനെടുത്ത നാരങ്ങയുടെ തൊണ്ടുണ്ടല്ലോ, ആ തൊണ്ടിലേക്ക് കുറച്ച് പേസ്റ്റ് കൂടി ചേർത്തിട്ട് നമ്മൾ ബാത്റൂമിൻ്റെ ഫിറ്റിങ്സിൽ തേച്ച് കൊടുക്കുകയാണെങ്കിലും നല്ലതുപോലെ ക്ലീൻ ആയിട്ട് കിട്ടും. ഇപ്പം ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ തയ്യാറാക്കിയ ആ ഒരു സൊല്യൂഷൻ തീർന്നു പോയത് കൊണ്ടാണ് കേട്ടോ. ഇനി രണ്ടാമതൊന്നുകൂടി തയ്യാറാക്കാനുള്ള ക്ഷമ എനിക്കില്ല. അപ്പോൾ ഞാൻ ആ ഒരു തൊണ്ടിലേക്ക് കുറച്ച് പേസ്റ്റ് ചേർത്തിട്ട് ബാത്റൂമിൻ്റെ ഫിറ്റിങ്സ് കൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിലായാലും നമുക്ക് ബാത്റൂമിനുള്ളിലെ ടാപ്പൊക്കെ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കഴിയും കേട്ടോ. ഞാനിപ്പോൾ എന്തേ കുറച്ച് വെള്ളം ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നല്ല കണ്ണാടി പോലെ തിളങ്ങുന്നുണ്ട്. അതിനുള്ളിൽ കുറച്ച് വെള്ളത്തിൻ്റെ ആ ഒരു തുള്ളിയുടെ മയം മാത്രമേ ഉള്ളൂ. അത് ഞാനൊരു ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചിട്ട് തുടച്ച് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ എത്രത്തോളം നീറ്റായിട്ട് കണ്ണാടി പോലെ നമ്മുടെ ബാത്റൂമിൻ്റെ ഫിറ്റിങ്സ് നമുക്ക് വൃത്തിയാക്കിയെടുക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് ഇപ്പം കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ ഇനി നമ്മൾ ബാത്റൂം എത്രത്തോളം നീറ്റായി എന്നൊന്ന് നോക്കാം. നമ്മൾ ആദ്യം കണ്ടപ്പോൾ നമ്മുടെ ബാത്റൂം അത്യാവശ്യം നല്ല മെസ്സി ആയിട്ട് അഴുക്ക് പിടിച്ചിട്ടാണ് കിടന്നത്. ഇപ്പോൾ ഇതേ നല്ല നീറ്റായിട്ട് കണ്ണാടി പോലെ തിളങ്ങുന്ന രീതിയിൽ നല്ല പുതുപുത്തനാക്കി നമ്മൾ എടുത്തിട്ടുണ്ട്. ബാത്റൂമിനുള്ളിലെ ടൈൽസും ഫിറ്റിങ്സും ക്ലോസറ്റും വാഷ് ബേസിനും മിററും ഒക്കെ തന്നെ നമ്മൾ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കൂ. തീർച്ചയായും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കഴിയും കേട്ടോ. ഒരുപാട് സമയമൊന്നും ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ കുഞ്ഞിക്കാട്ട് ക്ലീനിങ് വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒപ്പം തന്നെ നമ്മുടെ ഫാമിലിയിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുന്ന ടൈമിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ പ്രസ് ചെയ്യണം. അപ്പോൾ മാത്രമാണ് ഇത്തരത്തിലുള്ള വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. മാത്രമല്ല നമ്മുടെ ഈ ഒരു വീഡിയോ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത്. ഒപ്പം തന്നെ നമ്മുടെ ഇൻസ്റ്റയിലെ പേജും ഒന്ന് ഫോളോ ചെയ്യണേ. അപ്പോൾ ഇനിയും അടുത്ത യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോയുമായിട്ട് കാണുന്നവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.